ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ? ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ള എരിശ്ശേരി ഉണ്ടാക്കാം. എന്തായാലും ഓണമൊക്കെ അല്ലേ വരുന്നേ. സദ്യയിലൊരു പ്രധാന വിഭവമാണ് ഈ എരിശ്ശേരി. മിക്കവാറും എല്ലാവരും മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. നമുക്കതൊന്ന് മാറ്റിപ്പിടിച്ചിട്ട് കടലപ്പരിപ്പും ചേനയും വെച്ചിട്ട് ഒരു അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ കടലപ്പരിപ്പ് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി പരിപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം. പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചേന റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചേനയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മതി നമുക്ക്. ഞാനിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എരിശ്ശേരി ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾ വെക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പരിപ്പിൻ്റെയും ചേനയുടെയൊക്കെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ പകുതി കഷ്ണം ചേന വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ചേന ഇതാ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. എരിശ്ശേരിക്ക് അങ്ങനെ ചേന ഷേപ്പിൽ അരിഞ്ഞോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് എടുത്താലും മതി. ഒരുപാട് വലുതാക്കിയിട്ടൊന്നും കൊത്തി അരിയണ്ട. ഇതുപോലെ ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി. നമുക്ക് ഈ ചേന കഷ്ണം മുഴുവൻ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇപ്പം ചേനയൊക്കെ ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളെ പരിപ്പ് എന്തായിന്ന് നോക്കാം. പരിപ്പ് ഇതവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പരിപ്പ് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവാതെ ഈ പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ചേന കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ചേനയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞൾപ്പൊടി മതി. ഞാൻ ഇതിൽ ഇനി എക്സ്ട്രാ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ജീരകവും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന്ന് ഒരു പിടി തേങ്ങ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് എരിശ്ശേരിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങയും ജീരകവും കുരുമുളകും കൂടെ മാറ്റാം. ചിലരൊക്കെ എരിശ്ശേരിയിൽ വെളുത്തുള്ളി കുഞ്ഞുള്ളിയൊക്കെ ചേർക്കണ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ അതൊന്നും ചേർക്കണില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരയാനായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് ചെറിയൊരു തരിതരിപ്പോട് കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ചേന എന്തായി എന്നുള്ളത് നോക്കാം. ചേന ഇതവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല പൊടിയുള്ള ചേനയാണ്, അതുകൊണ്ട് 5 മിനിറ്റ് അടച്ച് വേവിച്ചപ്പോഴത്തേന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. മിക്സഡ് ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള അരപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ എരിശ്ശേരി ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്നിരുന്ന് തിളയ്ക്കട്ടെ. ഇതിലുള്ള വെള്ളം ഒന്നും കൂടെ ഒന്ന് വറ്റണം. നമ്മളിതൊരു ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മതി. സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ നമ്മളൊരു തൊടുകറിയായിട്ടാണ് ഈ എരിശ്ശേരി എടുക്കാറ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റണം. ഇപ്പം നമ്മളുടെ എരിശ്ശേരി ഇവിടെ തിളച്ച് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ചൂടാറുമ്പോഴത്തേനും ഒന്നും കൂടെ ഒന്ന് തിക്കായിക്കോളും. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർത്തു. ഇനി ഈ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ 1 കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം. ഇനി ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മളെ തേങ്ങ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മളെ എരിശ്ശേരിയിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.